വിമർശിച്ച് വേദിയിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലൂടെ കടുത്ത മറുപടി. ലീഗിനോട് ചങ്ങാത്തത്തിനുള്ള സാധ്യതയുടെ വാതിൽ തുറന്നിട്ട് കരുതലോടെ മാത്രം ലീഗിനെ കുറിച്ച് സംസാരിച്ചിരുന്ന പിണറായി വിജയൻ ഇതേ വേദിയിൽ ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചപ്പോഴാണ് ചന്ദ്രികയിലൂടെ പിണറായി വിജയനും CPM-നും കടുത്ത മറുപടിയുമായി മുഖപ്രസംഗം ഇറങ്ങിയത്. നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളുടെ പകർപ്പുമായാണ് മുണ്ടുടുത്ത മോദിയുടെ പുറപ്പാട് എന്നാണ് ചന്ദ്രികയുടെ വിമർശനം. മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനു പിന്നാലെയാണ് ഒരു വിഭാഗത്തിന്റെയെങ്കിലും പിന്തുണ നേടാനായി സമുദായ പത്രത്തിലെ പാർട്ടി അശ്ലീല പരസ്യം നൽകി കിണങ്ങി ശ്രമിച്ച് പരാജയപ്പെട്ടതെന്നും പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന് നോക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സ്വന്തം മുഖം നോക്കുന്നത് നല്ലതാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞിരുന്നു. വീണ്ടും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും രൂക്ഷമായി വിമർശിച്ചതായും മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പറയുന്നു. തോൽവിക്ക് കാരണം ഭരണവീഴ്ചയാണെന്ന് PR സംഘവും മുഖ്യമന്ത്രിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും വീണ്ടും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു. കണ്ണാടി വെച്ചാൽ കോലം നന്നാകുമോ എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. പിണറായിയുടെ വാക്കുകളെ മുത്തുമൊഴികളായി സ്വീകരിച്ചു വരുന്നവരൊക്കെ വെളിച്ചപ്പാടായതോടെ വിമർശനമേൽക്കാത്തവർ കേരളത്തിലില്ലെന്ന അവസ്ഥയായി. ധനമന്ത്രിയും പിണറായിയും വിമർശനത്തിന്റെ ഇരകളായി. പണ്ടേ യെച്ചൂരി ഒരു ഭാഗത്തും കേരളത്തിലെ പാർട്ടി മറുഭാഗത്തുമാണ് എന്ന് അറിയാത്തവരായി ഒരാളുമില്ല. ഭരണ ദൗർബല്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ ന്യായീകരണം ചമയ്ക്കാൻ ഗോവിന്ദനും പാടുപെട്ടു എന്ന് മുഖപത്രം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.